ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ആവോളം ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ തുടരാം. അതിനായി ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മുൻകൂട്ടി കാണുന്ന വിജയങ്ങൾ എന്ന വിഷയമാണ്. എന്താണ് വിഷയം? മുൻകൂട്ടി കാണുന്ന വിജയങ്ങൾ. ഇതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 15 അധ്യായം 57 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ ഈ ടാങ്കർ പോലെയുള്ളതായ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കവചിത വാഹനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സംയോജിത ലോഹങ്ങളുടെ നുര അഥവാ ലോഹത്തിന്റെ സ്പോഞ്ച് രൂപം ഉപയോഗിച്ചുകൊണ്ട് അതിന് പ്രവർത്തനത്തിന് വലിയ മെച്ചം നൽകുന്നു എന്ന ശാസ്ത്രം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ലോഹം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അതിന്റെ സുഷിരങ്ങൾ കാരണം കാഴ്ചയിൽ ഒരു സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ സ്വിസ് ചീസ് പോലെ തോന്നും. ഈ ലോഹക്കൂട്ട് കവചിത വാഹനങ്ങളെ വളരെയധികം ഭാരം കുറഞ്ഞതാക്കുക മാത്രമല്ല, സ്ഫോടനങ്ങളിൽ നിന്നുള്ള ആഘാതത്തെ കൂടുതൽ ഏൽപ്പിക്കാതെ വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്യുവാൻ ഇടയാക്കുന്നു. നാമും പ്രിയമുള്ളവരെ ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണെന്ന് നമ്മളെ ബോധവാന്മാരാക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 12 അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണ് നാം എന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ ഉദാഹരണങ്ങൾ അനേകം നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് വളരെയധികം പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ വിവാദത്തിലൂടെ കടന്നു പോകേണ്ടി വന്നതായ ദൈവമക്കളുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ പേരുകൾ, അവരുടെ വിവരണങ്ങളൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഇയ്യോബ് വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ അപ്പോസ്തലന്മാർ പലരും തിരുനാമത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരുവചനം കാരണം ഒരുപാട് അപമാനിക്കപ്പെട്ട് അടിയേറ്റ് നിന്ന ഒക്കെ സഹിച്ച് സുവിശേഷത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്നു. ഇതുപോലെയുള്ള പോരാട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തു നമുക്കായി വിജയം നേടിയെടുക്കുക മാത്രമല്ല, വിജയത്തിനുള്ള മാർഗങ്ങൾ നൽകുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാണ് ക്രിസ്തു നമുക്കായി വിജയം നേടിയെടുക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, വിജയത്തിനുള്ള മാർഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ എടുക്കുമ്പോൾ വിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണമാണ് നമുക്ക് ദൈവത്തിന്റെ വചനം ഉറപ്പ് നൽകുന്നത്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് 34 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ പറയുന്നു. നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ദൂതന്മാരാൽ എന്ന ആത്മവിശ്വാസം ഉള്ളപ്പോൾ ദൈവത്തിന്റെ കവചം ഉപയോഗിച്ച് നമ്മെ തന്നെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദൈവത്തിന്റെ കവചം എന്താണെന്ന് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 6 അധ്യായം 14 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും കൊണ്ട്. അപ്പോൾ ആ നീതിയുടെ കവചം അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി വിവരിക്കുകയാണ്. ഈ സംരക്ഷണ കവചത്തെ വളരെ വ്യക്തമായി വിവരിക്കുകയാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. എന്നിരുന്നാലും ഈ കവചം എന്ന് പറയുന്നത് ഈ സ്വഭാവ പരിവർത്തനം കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസമാണെന്നും അതേ ഭാഗം നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ഈ കവചം എന്ന് പറയുന്നത്? എന്താണെന്നാണ്? സ്വഭാവ പരിവർത്തനം കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അത് നമ്മളെ സഹായിക്കും. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ബൈബിളിൽ നിന്നും നമ്മൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യണം. പിന്നീട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ആ ബൈബിൾ വചനം ഉപയോഗിച്ച് ചലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈനംദിന അനുഭവത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. ലോകത്തെ ദൈവം ജയിച്ചത് കൊണ്ട്
ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെയെന്ന് 1 യോഹന്നാൻ 5:4 പറയുന്നത് പോലെ നമുക്കും പറയുവാനിടയായി തീരും. തിരുവചന സത്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രകടമാക്കാം. ഈ രീതിയിൽ നമ്മുടെ വിശ്വാസം ധരിക്കുകയും ഞങ്ങൾ നമ്മുടെ വിശ്വാസം ധരിക്കുകയും ചെയ്യും. എന്താണ്? മുൻകൂട്ടി കാണുന്ന വിജയങ്ങൾ. അപ്പോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ്. എന്നാൽ ആ പോരാട്ടത്തിൽ ക്രിസ്തു ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ച ജയം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും ആ ലോകത്തെ ജയിക്കാൻ കഴിയും, ഈ പോരാട്ടത്തെ അതിജീവിക്കാൻ കഴിയും. അങ്ങനെ ഓരോ തിരുവചനവും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് തിരുവചന സത്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രകടമാക്കാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വിശ്വാസം ധരിക്കുകയും ചെയ്യും. എന്താണ് നമ്മൾ വിശ്വാസം ധരിക്കണം? എങ്ങനെയാണ് നമ്മൾ കണ്ടത്? അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം അതെങ്ങനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്? അത് വിശ്വാസത്താലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ വിശ്വാസത്തെ നമുക്ക് ധരിക്കാം. ഇത് നമുക്ക് ദിനംതോറും പ്രായോഗത്തിൽ വരുത്തുവാനിടയാക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബൈബിൾ വാഗ്ദാനത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് നമുക്ക് സുഹൃത്തുക്കളോട് പറയാനിടയാവാം. അങ്ങനെ ഓരോ സുഹൃത്തുക്കളെയും ഓരോ മനുഷ്യരെയും ആ വിശ്വാസത്തിന്റെ കവചം ധരിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കാം. അങ്ങനെ മുൻകൂട്ടി കാണുന്ന വിജയങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് ക്രിസ്തു ലോകത്തെ ജയിച്ചതുപോലെ നമുക്കും ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദത്ത പ്രകാരം ലോകത്തെ ജയിക്കാം, പിശാചിന്റെ പോരാട്ടത്തെ അതിജീവിക്കാം. അതിന് ദൈവത്തിന്റെ വചനമാകുന്ന വിശ്വാസത്തിന്റെ കവചത്തെ നമുക്ക്, നീതി എന്ന കവചത്തെ നമുക്ക് ധരിക്കാം. അങ്ങനെ ആ സർവായുധ വർഗം ധരിച്ച് എല്ലാ പോരാട്ടത്തെയും അതിജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അടൂർ സഭയിൽ നിന്നും ലിനു പാപ്പച്ചന്റെ ജന്മദിനമാണ്. അതുപോലെ മാവേലിക്കര സഭയിലെ അനിത ശശിയുടെ ജന്മദിനമാണ്. ഈ 2 പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് എല്ലാ ജന്മദിന ആശംസകളും നേരം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതം കൂടി കാണുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ തക്കവണ്ണം, വിജയത്തെ മുൻകൂട്ടി കാണുവാൻ തക്കവണ്ണം വചനത്തിലെ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്ന സ്തോത്രം. അവിടുന്ന് ലോകത്തെ ജയിച്ചവനാകയാൽ, അതുപോലെ വേദപുസ്തകത്തിലെ ഭക്തന്മാരോട് കൂടെ ഇരുന്ന് ഇയ്യോബിനെയും അപ്പോസ്തലന്മാരെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ജയിക്കുവാൻ അവിടുന്ന് സഹായിച്ചതുപോലെ ഞങ്ങളെയും കർത്താവെ ജീവിതത്തിന്റെ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതി എന്ന കവചം വിശ്വാസത്താൽ ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വിശ്വാസത്താൽ കർത്താവെ ഞങ്ങൾ ജയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പേര് പറയപ്പെട്ടവരെ കർത്താവ് അറിയുന്നതിനെ സ്തോത്രം, അവർ കൊടുത്തിരിക്കുന്ന ആയുസ്സിനെ സ്തോത്രം, ആവശ്യമായ ആരോഗ്യവും ബലവും എല്ലാം നമ്മളാൽ അവരെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ചെയ്യുന്ന നന്മകൾ അവരെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, സർവ്വ നന്മകളാലെ നിറച്ച് അന്ത്യത്തോളം കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അധികം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.